നമസ്കാരം. നാട്ടുരാജ്യം ന്യൂസിന്റെ രാഷ്ട്രീയ വാർത്തകളിലേക്ക് സ്വാഗതം. തൊടുപുഴ നഗരസഭാ ഭരണം LDF മുസ്ലിം ലീഗ് പിന്തുണയോടെ ഭരണം നിലനിർത്തി. തൊട്ട് നന്ദി അറിയിക്കുന്നു. ഞാൻ നഗരസഭയിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി ഏറ്റവും നന്നായിട്ട് നല്ലൊരു പ്രവർത്തനം നടത്തും എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ. എല്ലാവർക്കും ഒരായിരം നന്ദി വീണ്ടും അറിയിച്ചു. വിവാദങ്ങൾക്കും രാഷ്ട്രീയ കൂട്ടുകെട്ട് അഴിമതികൾ മുങ്ങിയ തൊടുപുഴ നഗരസഭാ കാര്യാലയം 2 മാസക്കാലം ചെയർമാൻ സ്ഥാനം കാലിയായി കിടന്ന സ്ഥാനത്തേക്ക് 12/8/2024 തിങ്കളാഴ്ച 10 മണിക്ക് ബഹുമാന്യനായ ഇടുക്കി സബ് കളക്ടർ അരുൺ എസ് നായർ ഭരണാധികാരിയായി മുമ്പാകെ ചെയർമാൻ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തപ്പെട്ടു. തൊടുപുഴ നഗരസഭയിൽ ഭരണം LDF മുസ്ലിം ലീഗ് പിന്തുണയോടെ ഭരണം നിലനിർത്തിയത് ചില നാടകീയ രംഗങ്ങളിൽ കൂടിയാണ്. CPMന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സബീന ബിഞ്ചു 14 വോട്ടാണ് ലഭിച്ചത്. 5 ലീഗ് സ്ഥാനാർത്ഥികൾ LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തതാണ് സംഭവം കയ്യാങ്കളിയിലേക്ക് എത്തിയത്. UDF വിഘടിച്ച് കോൺഗ്രസിൻ്റെ K ദീപക്കും മുസ്ലിം ലീഗിൻ്റെ MA കരീമുമാണ് ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിച്ചത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി K ദീപക് 10 വോട്ട് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. UDF കക്ഷിനില കോൺഗ്രസ് 6, മുസ്ലിം ലീഗ് 6, കേരള കോൺഗ്രസ് 1, ഇങ്ങനെ 13 കൗൺസിലർമാരായിരുന്നു UDFന്റെ ബലം. മത്സര രംഗത്ത് UDFന് 10 മാത്രം കിട്ടാൻ കാരണം മുസ്ലിം ലീഗ് പറയുന്നത് ഇങ്ങനെയാണ്. ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് അതിഗംഭീരമായ ഭൂരിപക്ഷത്തിൽ ഇവിടെ നിന്നും വിജയിച്ച് ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട് ഇവിടെ നിന്ന് പോകാമായിരുന്നു. പക്ഷേ ഞങ്ങൾ ആദ്യം ഈ വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് കിട്ടിയ ഭൂരിപക്ഷത്തിനെ അട്ടിമറിച്ചുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യവും ഇതുപോലെ തന്നെ UDFന് ഭരണം നഷ്ടപ്പെട്ടു പോയി. ആ UDFന് നഷ്ടപ്പെടാനുണ്ടായ കാരണം മുസ്ലിം ലീഗ് ഒരു വിട്ടുവീഴ്ച ചെയ്തതാണ്. അന്ന് മുസ്ലിം ലീഗിനായിരുന്നു ഏറ്റവും കൂടുതൽ സീറ്റുണ്ടായിരുന്നത്. പക്ഷേ ആ സീറ്റ് നിലനിൽക്കെ 2 സീറ്റുള്ള കേരള കോൺഗ്രസ് അതിശക്തമായ ഇടപെടൽ നടത്തുകയും പാലായി നഗരസഭയിൽ അവിടെ മുനിസിപ്പൽ ചെയർമാൻ സത്യപ്രതിജ്ഞ കൊണ്ട് എൻ്റെ മണ്ഡലമായ തൊടുപുഴ നഗരസഭയിൽ എൻ്റെ രണ്ട് പേര് അംഗങ്ങളുണ്ട് എങ്കിൽ പോലും മൂന്നാമതാക്കാതെ ആദ്യം തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാൻ നിങ്ങൾ അനുവാദം തരണമെന്ന് ബഹുമാന്യനായ PJ ജോസഫ് സാറ് ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിൻ്റെ അകത്ത് യാതൊരു നിസ്സംഗതയും കാണിക്കാതെ ഞങ്ങൾ ഒറ്റക്കെട്ടായി ഒരു തീരുമാനമെടുത്തു. UDFിലെ പ്രഗത്ഭനായ നേതാവാണ് PJ ജോസഫ് സാറ്. ആ വാക്ക് കേട്ടുകൊണ്ട് 2 സീറ്റുള്ള കേരള കോൺഗ്രസ് ജോസഫ് ജോൺ സാറിനെ ഞങ്ങൾ എല്ലാവരും തീരുമാനിക്കുകയും അവിടെ നിന്ന് കേരള കോൺഗ്രസിനോട് ചെറിയ വ്യത്യാസമുള്ള ആളുകൾ അപ്പുറത്തേക്ക് പോയി വോട്ട് ചെയ്യുകയും ഈ സമയം LDF കൂറുമാറ്റത്തിലൂടെ ഭരണം കൈയടക്കുകയുമാണ് ചെയ്തത്. ഈ പ്രാവശ്യവും നമുക്ക് ഗംഭീര ഭൂരിപക്ഷത്തിൽ ജയിക്കാമായിരുന്നു. ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം ഞങ്ങൾ പല രീതിയിലുള്ള ചർച്ചകൾ നടത്തി. ഞങ്ങൾക്ക് 6 സീറ്റുണ്ട് മുസ്ലിം ലീഗിന്. പക്ഷേ ഞങ്ങൾ 6 മാസമാണ് അവരോട് ചോദിച്ചത്. പക്ഷേ അവർ തരില്ല എന്ന് തന്നെ അവർ പറയുകയാണ്. അതുകൊണ്ട് 5 സീറ്റുള്ള കോൺഗ്രസ്, 6 സീറ്റുള്ള മുസ്ലിം ലീഗ്. അതുകൊണ്ട് 1.5 വർഷക്കാലത്തിൽ വെറും 6 മാസമാണ് ഞങ്ങൾ ചോദിച്ചത്. ആ 6 മാസവും ഞങ്ങൾക്ക് തരില്ല എന്ന് കർക്കശമായ നിലപാടാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അപ്പോൾ ഞങ്ങൾക്ക് വേറെ തീരുമാനമൊന്നും എടുക്കാൻ കഴിയാതെ വന്നു. അതുകൊണ്ട് ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. അതോടൊപ്പം ദീപക് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. ഞങ്ങളുടെ ആദ്യ റൗണ്ടിൽ ഞാൻ ഔട്ടായി. 2ാമത്തെ റൗണ്ടിൽ 3 പേര് മത്സരത്തിരംഗത്ത് വന്നു. 2ാമത്തെ റൗണ്ടിൽ BJP ഔട്ടായി. 3ാമത്തെ റൗണ്ടിൽ ദീപക്കും സബീന ബിഞ്ചുമായിട്ടുള്ള മത്സരമാണ് നടന്നത്. ഞങ്ങളൊരു അപകടം അവിടെ കണ്ടു. ഞങ്ങൾ ആ അപകടം മനസ്സിലാക്കിയാണ് ഞങ്ങൾ മുസ്ലിം ലീഗിന്റെ 5 പേരും കൃത്യമായി വോട്ട് രേഖപ്പെടുത്തിയത്. BJPയുടെ വോട്ട് ഉണ്ടാകും, അല്ലെങ്കിൽ BJPയുടെ വോട്ട് മേടിച്ച് വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞങ്ങൾ ഈ തീരുമാനമെടുത്തത്. ഈ തീരുമാനം ഞങ്ങളുടെ പാർട്ടി ഏൽപ്പിച്ച തീരുമാനമാണ്. എന്നും മുസ്ലിം ലീഗ് UDFനൊപ്പം നിൽക്കുന്ന കക്ഷിയാണ്. UDFന് വേണ്ടി ത്യാഗം ചെയ്യുന്ന കക്ഷിയാണ്.
എന്ത് വിട്ടുവീഴ്ചയും ചെയ്യുന്ന കക്ഷിയാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിനെ കോൺഗ്രസ് വഞ്ചിച്ചിരിക്കുകയാണ്. ഈ കോൺഗ്രസ് പ്രസ്ഥാനം മുസ്ലിം ലീഗിനെ വഞ്ചിച്ചത് കൊണ്ടാണ് ഇതുപോലുള്ള ഒരു തീരുമാനം, അപകടം മനസ്സിലാക്കിയാണ് ഞങ്ങൾ ഈ തീരുമാനമെടുത്തത്. ഈ തീരുമാനം തൊടുപുഴയിലെ ജനത സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളങ്ങനെ വോട്ട് ചെയ്ത് ഇപ്പം CPM-ന്റെ സബീന ബിജുവാണ് ഇപ്പം ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാൽ കോൺഗ്രസ് നേതൃത്വം പറയുന്നത് ഓലപ്പാമ്പ് കാട്ടി കോൺഗ്രസിനെ പേടിപ്പിക്കാൻ നോക്കേണ്ട, ജനാധിപത്യ രീതിയിൽ UDF-ൽ നിന്ന് ജയിച്ച ലീഗ് കോൺഗ്രസ് പ്രവർത്തകർ ഈ നെറികെട്ട ഭരണ സംവിധാനത്തിൽ നിന്നും ഒഴിവായി നിന്നുകൊണ്ട് കൗൺസിൽ സ്ഥാനം രാജിവെക്കണമെന്നാണ് നേതൃത്വം CP മാത്യു പറയുന്നത്. വോട്ടുകൾ ഇപ്പോൾ ജനാധിപത്യത്തിൽ വോട്ട് ചെയ്യാൻ ആർക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഐക്യജനാധിപത്യ മുന്നണിയുടെ കോൺഗ്രസിൻ്റെയും ഘടകകക്ഷികളുടെയും ആളുകളുടെ വോട്ട് വാങ്ങി ജയിച്ച അന്തസ്സുണ്ടെങ്കിൽ LDF-ന് വോട്ട് ചെയ്ത സ്ഥിതിക്ക് മുസ്ലിം ലീഗിൻ്റെ കൗൺസിലർമാർ രാജിവെക്കണം. അതാണ് ചെയ്യേണ്ടത്. ആവശ്യപ്പെടും. ഈ രാജിവെച്ച മുൻ ചെയർമാന്റെ വോട്ടും കോൺഗ്രസിന് കിട്ടിയെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. രാജിവെച്ച മുൻ ചെയർമാന്റെ സനീഷ് ജോർജിന്റെ ഞാൻ ഈ വാലറ്റ് പേപ്പർ നമുക്ക് നോക്കാൻ പറ്റില്ലല്ലോ, നിങ്ങൾക്ക് അത് നമുക്ക് നോക്കാൻ പറ്റില്ലല്ലോ. അത് ജനാധിപത്യ അവകാശമാണ് വോട്ട് ചെയ്യാന്നുള്ളത്. അയാൾ സനീഷ് ജോർജിനെ കുറിച്ച് പറയുന്നെങ്കിൽ 84-ാം ബൂത്തിൻ്റെ കോൺഗ്രസിൻ്റെ ബൂത്ത് പ്രസിഡന്റ്. അപ്പോൾ ഇതിനു മുമ്പ് കൊണ്ടുപോയി വോട്ട് ചെയ്യിച്ചപ്പോൾ അതുകൂടി ആലോചിക്കേണ്ടതാണ്. ഇപ്രാവശ്യം ചിലപ്പോൾ കോൺഗ്രസ് വോട്ട് ചെയ്തിട്ടുണ്ടാവാം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നിങ്ങൾ പിന്തുണച്ചില്ല, അംഗീകരിച്ചില്ല എന്ന് പറഞ്ഞാണ് LDF-ന്റെ രാജിവെക്കുന്ന സമയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞത്. അതേപറ്റി സനീഷോട് തന്നെ ചോദിക്കുക. അതുകൊണ്ടല്ല സനീഷ് ജോർജ് രാജിവെക്കണം. ചില മാധ്യമപ്രവർത്തകർ UDF-ൽ നിന്നുകൊണ്ട് മുസ്ലിം ലീഗ് കൂറുമാറിയതിനെ ചോദിക്കാതെ സനീഷ് ജോർജിന്റെ വിഷയം എടുത്തിട്ട് DCC പ്രസിഡന്റ് ശ്രദ്ധ മാറ്റിവിടുന്നതും കോൺഗ്രസ് പ്രവർത്തകരെ അനുനയിപ്പിക്കുന്ന പത്രക്കാരുടെ ചോദ്യത്തിന് തക്കതായ മറുപടിയും നൽകി. 84-ാം ബൂത്തിൻ്റെ കോൺഗ്രസിൻ്റെ ബൂത്ത് പ്രസിഡന്റ്. അപ്പോൾ ഇതിനു മുമ്പ് കൊണ്ടുപോയി വോട്ട് ചെയ്യിച്ചപ്പോൾ അതുകൂടി ആലോചിക്കേണ്ടതാണ്. ഇപ്രാവശ്യം ചിലപ്പോൾ കോൺഗ്രസ് വോട്ട് ചെയ്തിട്ടുണ്ടാവാം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നിങ്ങൾ പിന്തുണച്ചില്ല, അംഗീകരിച്ചില്ല എന്ന് പറഞ്ഞാണ് LDF-ന്റെ രാജിവെക്കുന്ന സമയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞത്. അതേപറ്റി സനീഷോട് തന്നെ ചോദിക്കുക. അതുകൊണ്ടല്ല സനീഷ് ജോർജ് രാജിവെക്കണം എന്നുള്ളത് ഏറ്റവും കൂടുതൽ പ്രക്ഷോഭം നടത്തിയത് കോൺഗ്രസ്സാണ്. അതെ 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 മുസ്ലിം ലീഗ് എന്ന പാർട്ടി എന്നും ഐക്യജനാധിപത്യങ്ങളുടെ ഒരു ഘടകകക്ഷിയായി നിന്നിട്ടുള്ള പാർട്ടിയാണ്. ഇവിടെ പ്രാദേശികമായി ഉണ്ടായിട്ടുള്ള ലീഗിനകത്തുണ്ടായിട്ടുള്ള വിഷയങ്ങൾ അവർക്ക് ഒത്തുതീർപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ഹിമാലയൻ മലയുടെ മുകളിൽ കയറി നിൽക്കുന്നത് നിലയിലാണ് അവരുടെ പാർട്ടിക്കുള്ളിലുള്ള അന്തരീക്ഷം. അത് ഒന്നിപ്പിക്കാൻ വേണ്ടി കാണിച്ച കുറുക്കുവഴിയാണ്, ചതിവിലൂടെയാണ് മാർക്സിസ്റ്റ് പാർട്ടിയെ ചെയർമാനാക്കാൻ മുസ്ലിം ലീഗ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. ജനാധിപത്യ മര്യാദ ഉണ്ടെങ്കിൽ അവർ കൗൺസിലർമാർ രാജിവെച്ച് പുതിയ തെരഞ്ഞെടുപ്പിൽ നേടാൻ തയ്യാറാണ്. ചെയർമാനായി വിജയിച്ചു പുറത്തുവന്ന കൗൺസിൽ ആയിരുന്ന സബീന ബിഞ്ചു സഹായിച്ചവർക്ക് പ്രത്യേകം നന്ദി പറഞ്ഞു. കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും ചില കയ്യാങ്കളികൾ നടന്നെങ്കിലും പോലീസ് ഇടപെട്ട് സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുകയാണുണ്ടായത്. നാട്ടുരാജ്യ ന്യൂസ് ഇന്നലെ വൈകുന്നേരം സൂചിപ്പിച്ചത് തന്നെയാണ് ഇന്ന് സംഭവിച്ചതും. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി റിപ്പോർട്ടിംഗ് KK വിജയൻ.